ഹലോ, എവർക്കും സ്മാർട്ട് പി എസ് സി ഓൺലൈനിലേക്ക് സ്വാഗതം. എൽ ജി എസ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള 5ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയാണ്. ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു 3-4 ചോദ്യം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് ടോപ്പിക്സ് ഇത്തിരി പാടാണ്, അതൊക്കെ എഴുതിയെടുത്തിട്ട് പഠിക്കണം. ഓക്കെ. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി LGS മെയിൻസിനും അതുപോലെ LGS മെയിൻസിനും നമുക്ക് ക്ലാസ് ഉണ്ട്. യൂണിവേഴ്സിറ്റി LGS ഇപ്പം അടുത്ത മാസം പരീക്ഷയാണ്. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ 500 രൂപ ഫീസിന് നിങ്ങൾക്ക് അടുത്ത മാസം പരീക്ഷ തലേ ദിവസം വരെ പഠിക്കാം. ഓക്കെ. ഇനി മെയിൻസ് നമ്മൾ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് LGS മെയിൻസിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ മാസം 500 രൂപയാണ് ഫീസ്. അതും പരീക്ഷ വരെയാണ്. ഓക്കെ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. എടാ, ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആരവല്ലിയാണ്. ഏതാണ്? ആരവല്ലി. ഓക്കെ. ഈ ആരവല്ലി പർവ്വതനിര രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ഏത്? ആരവല്ലി. അതിലേച്ചു രാജസ്ഥാനെ എങ്ങനെ വേർതിരിക്കുന്നു? കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ഏത്? ആരവല്ലി പർവ്വതനിര. അതുപോലെ തന്നെ സിന്ധു ഗംഗാ നദീ വ്യവസ്ഥകളെ തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയും ഏതാണ്? ആരവല്ലിയാണ്. ഓക്കെ. അപ്പോൾ സിന്ധു ഗംഗാ നദീ വ്യവസ്ഥകളെ തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരയും ഏതാണ്? ആരവല്ലിയാണ്. സബർമതി, ലൂണി എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? തലേട്ടാ, ഉത്തരം പറയടാ. ആരവല്ലി. കേട്ടോ. സബർമതി, ലൂണി എന്നീ നദികളുടെ ഉത്ഭവസ്ഥാനവും ഏതാണ്? ആരവല്ലിയാണ്. ഏതാണ്? ആരവല്ലിയാണ്. ഓക്കെ. ഈ ലൂണി നദിക്കുള്ള പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏക കരബന്ധിത നദിയാണ് ഏത്? ലൂണി. കരബന്ധിത നദി. അതായത് എന്ത് ചെയ്യും? കരയിൽ തന്നെ അവസാനിക്കും. ബാക്കിയുള്ള ഒട്ടുമിക്ക എല്ലാ നദികളും ഒന്നുകിൽ മറ്റൊരു നദിയിലേക്ക് പോയി ചേരുകയോ അല്ലെങ്കിൽ സമുദ്രത്തിൽ പോയി ചേരുകയോ ചെയ്യും. എന്നാൽ ലൂണി നദി എന്ത് ചെയ്യും? കരയിൽ തന്നെ, അതായത് മരുഭൂമിയിൽ എന്ത് ചെയ്യും? ഇത് അവസാനിക്കും. ഓക്കെ ആണല്ലോ. അപ്പം ഈ ലൂണി നദിയുടെ പ്രത്യേകത എന്താണ്? വളരെ കരബന്ധിത നദിയാണ്. അതായത് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ്. അതുപോലെ തന്നെ എന്താണ്? കരബന്ധിത നദിയാണ് ഏത്? ലൂണി. ഓക്കെ. അതുപോലെ ഇന്ത്യയിലെ ലവണ തടാകം ഏതാണ്? ഏറ്റവും ലവണാംശം കൂടിയ തടാകം സാമ്പാർ. ഏതാണ്? സാമ്പാർ എവിടെയാണ്? സാമ്പാർ എവിടെ? സാമ്പാർ രാജസ്ഥാൻ. ഓക്കെ, രാജസ്ഥാൻ. കേട്ടാ. സാമ്പാർ രാജസ്ഥാനാണ് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ ലോണാർ. ഉൽക്കാപതനത്തിലൂടെ ഉണ്ടായത്. സാമ്പാർ രാജസ്ഥാൻ തന്നെ. ഓക്കെ. ലോണാർ മഹാരാഷ്ട്രയിൽ. അന്ന് ഉൽക്കാപതനത്തിലൂടെ രൂപം കൊണ്ടതാണ് ഏത്? ലോണാർ. ഓക്കെ. ശരി. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ലവണാംശം കൂടിയ തടാകം എന്നിട്ട് ഏതാണ്? സാമ്പാർ തടാകം. സാമ്പാറിൽ ഓർമ്മ എന്താണ്? ടാറ്റു കുട്ടി തന്നെടാ. ജാമിൻ അവന് കുത്തിക്കൊടുത്ത ടാറ്റു ആണ്. 3ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഇതിൽ നിന്നും നീ എന്തിടെ ഈ കൊമ്പം മീശ കൊച്ചു വെച്ചോളൂ. ചിത്രശലഭം പഠിച്ചെടുത്തി. ഓക്കെ. ഓക്കെ. ശരി. അപ്പം ലവണാംശം ഏറ്റവും കൂടുതലുള്ള തടാകം ചോദിച്ചാൽ സാമ്പാറാണ്. സാമ്പാർ രാജസ്ഥാനിലാണ്. അതുപോലെ തന്നെ ലൂണാർ കരബന്ധിത നദിയാണ്. അതായത് കരയിൽ നിന്ന് ആരംഭിച്ച് കരയിൽ നിന്ന് അവസാനിക്കുന്നു. ലൂണാർ അല്ല, ലൂണി. ലൂണാർ ചിരപ്പല്ലേ, ലൂണി. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? ലോണാർ തടാകം എന്താണ്? ഉൽക്കാപതനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട തടാകമാണ് ഏത്? ലോണാർ തടാകം. ഓക്കെ. അതുപോലെ ഇന്ത്യയിൽ ദിനോസറുകളുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ള ഏത് നദീതീരത്താണ്? നർമ്മദാ നദിയിലാണ്. കേട്ടോ. നർമ്മദാ നദി. അതായത് ദിനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയിട്ടുള്ള ഏത് നദീതീരത്താണ്? നർമ്മദാ നദീതീരത്താണ് കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. ശരി. അടുത്ത് ആരവല്ലി പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ. ആരവല്ലി പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ: രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്. ഏതാണ്? രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്. അപ്പൊ ആരവല്ലി പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്. ഓക്കെ. ഡൽഹിയിലെ ഭാഗമായിട്ടുള്ള ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകൾ അറിയോ? റൈസീന പേരുള്ളതാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. റൈസീന കുന്നുകൾ. കേട്ടോ. അപ്പൊ ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആരവല്ലി പർവ്വതനിരയിലെ കുന്നുകളാണ് ഏത്? റൈസീന കുന്നുകൾ. ഏതാണ്? റൈസീന കുന്നുകൾ. മധ്യ ഇന്ത്യയിലെ പർവ്വതനിര എന്നറിയപ്പെടുന്ന ഏതാണ്? സത്പുര. മധ്യ ഇന്ത്യയിലെ പർവ്വതനിര എന്നറിയപ്പെടുന്ന ഏതാണ്? സത്പുരയാണ്. മധ്യ ഇന്ത്യയിലെ പർവ്വതനിര എന്നറിയപ്പെടുന്നത് സത്പുരയാണ്. കേട്ടോ. ഓക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ ഇന്ത്യയെ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന നദി ഏതാണ്? നർമ്മദ. ഇന്ത്യയെ ദക്ഷിണേന്ത്യയിൽ നിന്നും ഉത്തരേന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന നദിയാണ് ഏത്? നർമ്മദ. കാരണം കറക്റ്റ് ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഒഴുകുന്നത്. അതുപോലെ പർവ്വതനിരകൾ ഏതാണ്? വിന്ധ്യ സത്പുര. വിന്ധ്യ സത്പുര പർവ്വത നിരകളാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? വടക്കേ ഇന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഓക്കെ. എന്ത് പറ്റി? സ്പീഡ് കൂടി പോണോ?
ഓക്കെ. എടാ, ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ, അതായത് ഉത്തരേന്ത്യ എന്നും ദക്ഷിണേന്ത്യ എന്നും വേർതിരിക്കുന്ന നദിയാണ് ഏത്? നർമ്മദ നദി. അതുപോലെ തന്നെ ഉത്തരേന്ത്യ എന്നും ദക്ഷിണേന്ത്യ എന്നും വേർതിരിക്കുന്ന പർവ്വത നിരകളാണ് ഏത്? വിന്ധ്യ സത്പുര നിരകൾ. ഏതാണ്? വിന്ധ്യ സത്പുര നിരകൾ. അതുപോലെ കൃത്യം ഇന്ത്യയുടെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര വെച്ചാൽ ഏതാണ്? സത്പുര. അതുകൊണ്ടാണ് മധ്യ ഇന്ത്യയിലെ പർവ്വത നിര ഏതറിയപ്പെടുന്നത്? സത്പുര അറിയപ്പെടുന്നത്. ഓക്കെ. എടാ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഏതാ? മൗണ്ട് കേറ്റു ആണ്. മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അത് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഓക്കെ. ഈ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതത്തിലാണ്? കാരക്കോറത്തിലാണ്. ഏതിലാണ്? കാരക്കോറത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ. എവിടെ സ്ഥിതി ചെയ്യുന്നു? കാരക്കോറത്ത്. ഓക്കെ. എന്നാൽ ഇത് പൂർണ്ണമായി ഇന്ത്യയിലാണ്? അത് പൂർണ്ണമായി ഇന്ത്യയിലല്ല. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? കാഞ്ചൻജംഗ. ഏതാണ്? കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ്? സിക്കിമിലാണ്. കേട്ടോ. ഓക്കെ. ഈ കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്ന ഏത് പർവ്വതനിരയിലാണ്? ഹിമാദ്രിയിലാണ്. ഏതാണ്? ഹിമാദ്രി. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? കാരക്കോറം മലനിരകളിൽ. എവിടെയാണ്? കാരക്കോറം മലനിരകളിൽ. അതുപോലെ പൂർണ്ണമായും ഔദ്യോഗിക ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ. എവിടെയാണ്? സിക്കിമിലാണ്. അത് ഹിമാദ്രിയിലാണ്. സിക്കിമിലാണ്. ഹിമാദ്രി പർവ്വതനിരയിലാണ്. പഠിച്ചല്ലോ അത്. ഓക്കെ. പിന്നെ അടുത്ത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? മൗണ്ട് എവറസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഈ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ഇന്ത്യയിലല്ല. മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. ഈ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഏത് പർവ്വതനിരയിലാണ്? ഹിമാദ്രിയിലാണ്. ഏതാണ്? ഹിമാദ്രിയിൽ. ഏതാണ് പിള്ളേരെ? ഹിമാദ്രിയിലാണ്. ഓക്കെ. മനസ്സിലായി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമാലയത്തെ തന്നെ നമ്മൾ മൂന്നായി തിരിക്കില്ലേ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇതിൽ ഹിമാദ്രിയിൽ തന്നെയാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? എവറസ്റ്റും കാഞ്ചൻജംഗയും സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ഹിമാദ്രി തന്നെയാണ്. അതിൽ കാഞ്ചൻജംഗ ഇന്ത്യയിലും എവറസ്റ്റ് നേപ്പാളിലുമാണ്. ഓക്കെ. മനസ്സിലായല്ലോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ എവിടെയാണ്? കാരക്കോറം. എവിടെയാണ്? കാരക്കോറം. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പഴക്കുന്ന കൊടുമുടി ഏതാ? ആരവല്ലിയാണ്. ഏതാണ്? ആരവല്ലിയാണ്. സിന്ധു ഗംഗ നദീ വ്യവസ്ഥകൾ തമ്മിൽ വേർതിരിക്കുന്നതും ഏതാണ്? ആരവല്ലിയാണ്. സബർമതി, ലൂണി നദികളുടെ ഉത്ഭവസ്ഥാനം ആരവല്ലി. അപ്പൊ നമ്മൾ ലൂണി നദിയെ കുറിച്ച് പറഞ്ഞു. എന്താണ്? മരുഭൂമിയിലൂടെ ഒഴുകുന്നു, കരബന്ധിത നദിയാണ്. ഓക്കെ. മരുഭൂമിയിൽ ഒഴുകുന്നു, കരബന്ധിത നദിയാണ്. അപ്പൊ നമ്മൾ സാമ്പാർ തടാകം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ലവണാംശം കൂടിയ ഇന്ത്യൻ തടാകമാണ് ഏത്? സാമ്പാർ തടാകം. ഏതാണ്? സാമ്പാർ തടാകം. ഓക്കെ. പിന്നെ ഷാനു പോയാ? സാമ്പാർ തടാകം. അടുത്ത ഏതായാലും ചോദ്യം. ലോണാർ ഉൽക്കാപതനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട തടാകമാണ് ഏത്? ലോണാർ തടാകം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിൽ. സാമ്പാർ എവിടെയാണ്? രാജസ്ഥാനിൽ. ഓക്കെ. ഇത്രയും പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പിന്നെ നമ്മൾ ഏത് പറഞ്ഞു? ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു എവിടെയെന്ന് പറഞ്ഞു? കാരക്കോറത്തിലാണെന്ന് പറഞ്ഞു. ഇനി പൂർണ്ണമായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? കാഞ്ചൻജംഗ, സിക്കിം. അതെവിടെയാണ്? ഹിമാദ്രി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ്. അതെവിടെയാണ്? നേപ്പാള് ഏതിലാണ്? ഹിമാദ്രിയിൽ. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇനി പറയാനുള്ള കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട പർവ്വതനിരകളിലാണ്. ഏത് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ക്ലിയർ ആണല്ലോ ഇത്തരം കാര്യങ്ങൾ? ഒന്ന് പഠിച്ചേ. ചോദിക്കട്ടെ. ഏറ്റവും പഴക്കുന്ന പർവ്വതനിരയാടാ? ആരവല്ലി. ഓക്കെ. ഇവിടെ ഈ ആരവല്ലി പർവ്വതനിര ഏതൊക്കെ നദീവ്യൂഹങ്ങളെ വേർതിരിക്കുന്നു? സിന്ധു, ഗംഗ. ശരി. ഏതൊക്കെ നദികളാണ് ഉത്ഭവിക്കുന്നത് പ്രധാനമായിട്ടും? സബർമതി, ലൂണി. എന്താണ് ലൂണി നദിയുടെ പ്രത്യേകത? പിന്നെ എവിടെ കൂടെ ഒഴുകുന്നു? രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്നു. ഓക്കെ. ഈ ആരവല്ലി പർവ്വതനിര വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ 3 ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത്. ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആരവല്ലി പർവ്വതനിരയുടെ കുന്നുകൾ ഏതാ? റൈസീന കുന്നുകൾ. ഓക്കെ. മധ്യ ഇന്ത്യയിലെ പർവ്വതനിര എന്നറിയപ്പെടുന്ന ഏതാണ്? സത്പുര. ഓക്കെ. ഇന്ത്യയെ ദക്ഷിണേന്ത്യ എന്നും ഉത്തരേന്ത്യ എന്നും വേർതിരിക്കുന്ന നദി ഏതാണ്? നർമ്മദ. ഓക്കെ. ഇന്ത്യ ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യ വേർതിരിക്കുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഇന്ത്യ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതം ഏതാണ്?
സത്പുരയാണ്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഏതാ? എവറസ്റ്റ്. എവറസ്റ്റ് ഏത് സംസ്ഥാനത്താണ്, അല്ലെ ഏത് രാജ്യത്താണ്? നേപ്പാൾ. എടാ, എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഏത് പർവ്വതനിരയിലാണ്? ഹിമാദ്രി. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഏതാ? മൗണ്ട് കേറ്റിന് വേറൊരു പേരെന്താ? ഗോഡ്വിൻ ഓസ്റ്റിൻ. ഈ മൗണ്ട് കേറ്റ് സ്ഥിതി ചെയ്യുന്ന എവിടെയാ? കാരക്കോറം. ഓക്കെ. പൂർണ്ണമായി ഔദ്യോഗിക ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഏതാ? കാഞ്ചൻജംഗ. അതെവിടെ സ്ഥിതി ചെയ്യുന്നു? സിക്കിം. ഇന്ത്യയിലെ ഏറ്റവും ലവണാംശം കൂടിയ തടാകം ഏതാ? സാമ്പാർ. ഓക്കെ. ഇന്ത്യയിൽ ഈ ഉൽക്കാപതനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട തടാകം ഏതാ? ലോണാർ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. ഓക്കെ. ശരി, അടുത്ത ചോദ്യം. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏതാണ്? പൂർവ്വഘട്ടമാണ്. പൂർവ്വഘട്ടം. കേട്ടോ. ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശത്ത് ബംഗാൾ ഉൾക്കടലിനും ഡെക്കാൻ പീഠഭൂമിക്കും സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏത്? പൂർവ്വഘട്ടം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് നമുക്കറിയാം. കിഴക്ക് ഭാഗത്തെ കടൽ ഏതാണ്? ബംഗാൾ ഉൾക്കടൽ. പടിഞ്ഞാറ് ഭാഗത്ത് ഏത് കടലാണ്? അറബിക്കടലാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെ, അതായത് ഡെക്കാൻ പീഠഭൂമിക്കും ബംഗാൾ ഉൾക്കടലിനും സമാന്തരമായി ഇന്ത്യയുടെ സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? പൂർവ്വഘട്ടം. തിരുമല വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പൂർവ്വഘട്ടം. തിരുമല വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പൂർവ്വഘട്ടമാണ്. പൂർവ്വഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ജിൻതാങ്കട. ജിൻതാങ്കട. പൂർവ്വഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ജിൻതാങ്കട. നമ്മൾ നേരത്തെ പശ്ചിമഘട്ടം പറഞ്ഞു. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയും. എന്നാൽ പൂർവ്വഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ജിൻതാങ്കട. നല്ല പേരല്ലേ ജിൻതാങ്കട? എഴുതാനല്ലേ ജിൻതാങ്കട. ജിൻതാങ്കട പർവ്വതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ. ജിൻതാങ്കടയുടെ ഈ ജിൻതാങ്കട ഇതൊക്കെ എങ്ങനെ പറയില്ലേ അവന്മാര്? വളരെ ജിൻതാങ്കടയുടെ മണ്ടയിൽ പോയിട്ട് വരാം. ജിൻതാങ്കട പോയിട്ട് വരാം. നമ്മളിപ്പോ മങ്ങാട്ടുപാറ പോകുന്നത് പൊന്മുടി പറയുന്നതൊക്കെ ജിൻതാങ്കട. ജിൻതാങ്കടയ്ക്ക് വേറെ പേരുണ്ട്. ജിൻതാങ്കടയുടെ പ്രാദേശിക നാമങ്ങളാണ് അമർകൊണ്ട, സീതമ്മക്കൊണ്ട, ദേവർകൊണ്ട, അമർകൊണ്ട, സീതമ്മക്കൊണ്ട എന്നിവ. ജിൻതാങ്കടയുടെ പ്രാദേശിക നാമങ്ങളാണ് എന്തുള്ളത്? അമർകൊണ്ട, സീതമ്മക്കൊണ്ട. പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയോ? ദോഡാബേട്ട അല്ല, ഡോഡാബേട്ട പശ്ചിമഘട്ടത്തിലാണ്. പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതാണ്? മഹേന്ദ്രഗിരി. ഏതാണ്? മഹേന്ദ്രഗിരിയാണ്. പൂർവ്വഘട്ടത്തിലെ തെക്കേറ്റത്ത് വരുന്ന ഭാഗമാണ് ഏത്? കാർഡമം ഹിൽസ്. ഏതാണ്? കാർഡമം ഹിൽസ്. കേട്ടോ. പൂർവ്വഘട്ടത്തിന്റെ തെക്കേറ്റത്ത് വരുന്ന ഭാഗം ഏതാ? കാർഡമം എന്ന് വെച്ചാൽ എന്താണ്? ഏലം. കേട്ടോ. ഏലഗിരി കുന്നുകളാണ് ഒരു കാർഡമം ഹിൽസ്. ഏലഗിരി കുന്നുകൾ, ഏലമല കുന്നുകൾ. കേട്ടോ. പൂർവ്വഘട്ടത്തിന്റെ തെക്കേറ്റത്ത് വരുന്ന ഭാഗമാണ് ഏത്? കാർഡമം ഹിൽസ്. ഷെയ്റോയി ജാവടി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പൂർവ്വഘട്ടം. ഷെയ്റോയി ജാവടി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പൂർവ്വഘട്ടം. ഓക്കെ. ശരി, ക്ലിയർ ആണല്ലോ. ശരി, അപ്പോൾ ഒന്ന് ചോദ്യം ഇതാണ്. ഡെക്കാൻ പീഠം നമുക്കറിയാം ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയും ലോകത്തിലെ ഏറ്റവും പഴക്കുന്ന പീഠഭൂമിയൊക്കെ ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിരയാണ് ഏത്? പൂർവ്വഘട്ടം. ഏതാണ്? പൂർവ്വഘട്ടം. ഓക്കെ. ഇന്ത്യയുടെ ഏത് ഭാഗത്ത്? കിഴക്ക് പ്രദേശത്ത് ബംഗാൾ ഉൾക്കടലിനും ഡെക്കാൻ പീഠഭൂമിക്കും സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഏത്? പൂർവ്വഘട്ടം. തിരുമല വെങ്കടേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂർവ്വഘട്ടത്തിലാണ്. പൂർവ്വഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ ജിൻതാങ്കട പർവ്വതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. LD ടോപ്പിക് കൊടുത്താ? ഈവനിങ് LD 2 ഓക്കെ. പക്ഷെ ജിൻതാങ്കടയുടെ പ്രാദേശിക നാമങ്ങൾ എന്തൊക്കെയുണ്ടാ? അമർകൊണ്ട, സീതമ്മക്കൊണ്ട. അമർകൊണ്ട, സീതമ്മക്കൊണ്ട. പൂർവ്വഘട്ടത്തിലെ ഉയരം കൂടി രണ്ടാമത്തെ കൊടുമുടി ഏതാ? മഹേന്ദ്രഗിരിയാണ്. പൂർവ്വഘട്ടത്തിന് തെക്കേടുത്ത് വരുന്ന ഭാഗം ഏതാണ്? കാർഡമം ഹിൽസ് ആണ്. ഷെയ്റോയി ജാവടി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര പൂർവ്വഘട്ടം. അതുപോലെ പശ്ചിമഘട്ടം എത്ര സംസ്ഥാനത്തുണ്ട് മോനെ? പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 6. ഏതൊക്കെ? ഗുജറാത്ത്,
മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്. ഓക്കെ. മോനെ ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സംഗമിക്കുന്നുണ്ടോ? ഇവിടെ സംഗമിക്കുന്നുണ്ട്. നീലഗിരി. ഓക്കെ, നീലഗിരി സംഗമിക്കുന്നുണ്ട്. ഓക്കെ. ഈ പശ്ചിമഘട്ടം ഈ കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താ? സഹ്യാദ്രി അല്ല, സഹ്യപർവ്വതം. പശ്ചിമഘട്ടമേ എന്ന് വിളിക്കുമെന്ന്. പശ്ചിമഘട്ടമേ എന്ന് വിളിക്കുന്നത് സഹ്യപർവ്വതം. സഹ്യപർവ്വതം. മോനെ സഹ്യന്റെ മകനാരാ? സഹ്യന്റെ മകൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ആണ്. ഓക്കെ, ശരി. സുബിനെ, ഈ പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലും ആ ഭാഗത്ത് അറിയപ്പെടുന്ന പേരെന്താണ്? സഹ്യാദ്രി എന്നറിയപ്പെടുന്നത്. ഓക്കെ. എടാ, ഈ പശ്ചിമഘട്ട മലനിരയാണ് നമ്മൾ കൊങ്കൺ മലനിരകൾ എന്നറിയപ്പെടുന്നത്. ഈ ഗോവയിലും കർണാടകയിലൊക്കെ എന്തെന്നറിയപ്പെടും? കൊങ്കൺ മലനിരകൾ എന്നറിയപ്പെടും. ഓക്കെ. കൊങ്കൺ റെയിൽവേ പാത നീളം എത്രയാണ്? 760 കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേ പാതയുടെ നീളം. കൊങ്കൺ റെയിൽവേ പാത നീളം എത്രയാണ്? 760 കിലോമീറ്ററാണ്. അപ്പോൾ ഈ കൊങ്കൺ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? പശ്ചിമഘട്ട മലനിരകളെയാണ് കൊങ്കൺ മലനിരകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ അത് ഓർത്തോണം. കേരളത്തിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? പശ്ചിമഘട്ടം തന്നെയാണ്. അതുപോലെ തന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര ഭാഗത്ത് എന്തെന്നറിയപ്പെടും? സഹ്യാദ്രി എന്നറിയപ്പെടും. സഹ്യാദ്രി എന്നറിയപ്പെടും. ഓക്കെ. ഏകദേശം 1600 കിലോമീറ്റർ നീളമാർക്കുണ്ട് പശ്ചിമഘട്ടത്തിനുണ്ട്. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ആനമുടി. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൊടുമുടി ഏതാണ്? ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ്. എവിടെയാണ്? ഇരവികുളം. ഇടുക്കി ജില്ലയിലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. പോയിട്ടുണ്ടോടാ? ജില്ല വിട്ട് പോകാത്തതിൻ്റെ അടുത്താണ് ഞാൻ ചോദിച്ചത്. എന്ത് ചോദിച്ചു? പോയിട്ടില്ലല്ലോ. അതെങ്ങനെ അവര് സോറി മിസ്റ്റർ ജോബിൻ, സോറി. ഓക്കെ. ഓക്കെ. അതല്ല, ഇത് ഇപ്പൊ ഈ പറയണത് മീഡിയ പോകുന്നുണ്ട്. കോഷി വർക്കറിൽ വണ്ടി കോഷി വർക്കർ എന്താ പറഞ്ഞേ? ശരി, ഓക്കെ. ക്ലിയർ ആണല്ലോടാ? അപ്പൊ ചോദിക്കട്ടാ, ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ എടാ? ഓക്കെ, ശരി. മോനെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന, ലോകത്ത് ഏറ്റവും പഴക്കം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാ? ഡെക്കാൻ പീഠഭൂമി. എന്നാൽ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി അതേതാണ്? പാമീർ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് പാമീർ. ഇവിടെ പീഠഭൂമിയും സമതലം തമ്മിൽ വ്യത്യാസം എന്നറിയാമോ? സമതലം പീഠം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ശകലം പൊങ്ങിയിട്ട് ഇരിക്കാൻ വേണ്ടി പീഠം, അതാണ് പീഠഭൂമി. ശകലം പൊങ്ങിയിട്ട് ഇങ്ങനെ നിരന്നിടക്കും, അതാണ് പീഠഭൂമി. സമതലം ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കും, മനസ്സിലായി? ശകലം പൊങ്ങിയിട്ട് ഇങ്ങനെ ഒരു പീഠം പോലെ ഇങ്ങനെ നിരന്നിടക്കുകയാണ് പീഠഭൂമി. ഓക്കെ, പ്ലേറ്റ്യൂ എന്ന് പറയും. ശരി. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ഈ പൂർവ്വഘട്ടം? കിഴക്ക് ഭാഗത്ത്. ഇവിടെ എന്തിനൊക്കെ സമാന്തരമായിട്ടാണ്? ബംഗാൾ ഉൾക്കടലിനും ഡെക്കാൻ പീഠഭൂമിക്കും സമാന്തരമായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ചോദിക്കുകയാണ്, പശ്ചിമഘട്ടം ചോദിക്കുകയാണെങ്കിൽ അറബിക്കടലിന് സമാന്തരം. പശ്ചിമഘട്ടം ഏത് കടലിനാണ്? അറബിക്കടലിന് സമാന്തരമാണ്. ഓക്കെ. പൂർവ്വഘട്ടം എന്താ പേടിയാണ് അവിടെ? പൂർവ്വഘട്ടം ഏതിന് സമാന്തരമായിട്ടാണ്? ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ടാണ് കേട്ടോ. ഓക്കെ. ഒരു ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ പൂർവ്വഘട്ടം സ്ഥിതി ചെയ്യുന്ന? തിരുമല വെങ്കടേശ്വര ക്ഷേത്രം. ഓക്കെ. പൂർവ്വഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാടാ? ജിന്താങ്കട. ഏതാണ്? ജിന്താങ്കട. ഈ ജിന്താങ്കട ഏത് സംസ്ഥാനത്താണ്? ജിന്താങ്കട ആന്ധ്രാപ്രദേശിൽ. ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഒരു കമ്പ് ഇവിടെ കൊണ്ടുപോയിക്കട്ടെ, ആന്ധ്രാപ്രദേശില്. ദേവരക്കൊണ്ട നീ ഇന്ന് ഭയങ്കര ഉഴപ്പാണെന്ന്. ഓക്കെ. ദേവരക്കൊണ്ട പച്ചയെ കുത്തിയിരിക്കുന്നു. ഓക്കെ. ഇവിടെ ജിന്താങ്കടയുടെ പ്രാദേശിക നാമങ്ങൾ പറഞ്ഞേ. അമർകൊണ്ട, സീതമ്മക്കൊണ്ട. അമർകൊണ്ട, സീതമ്മക്കൊണ്ട. എടാ, പൂർവ്വഘട്ടത്തിൽ ഉയരം കൂടി രണ്ടാമത്തെ കൊടുമുടി ഏതാ? മഹേന്ദ്രഗിരി. ഓക്കെ. എടാ, പൂർവ്വഘട്ടത്തിന്റെ തെക്കേറ്റത്ത് വരുന്ന ഭാഗം ഏതാ? കാർഡമം ഹിൽസ്. എടാ, ഈ രണ്ട് കുന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഷേറോയി ജാവടി. ഷേർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർത്തിരിക്കുന്നത്. ഷേറോയി ജാവടി കുന്നുകൾ. ഏതാണ്? ഷേറോയി ജാവടി കുന്നുകൾ. കുട്ടി,
പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നു? ആറ് സംസ്ഥാനം പറയാണ്. ഗുജറാത്ത്, കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗോവ. ഓക്കെ. എടാ, ഇത് കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സഖ്യൻ. കൂട്ടുകാരനാ സഖ്യൻ എന്ന് പറയാൻ. സഖ്യപർവ്വതം സ്പഷ്ടമായി പറയണം. ഓക്കെ. സഖ്യന്റെ ആരാണ്? ആന മകൻ. സഖ്യന്റെ മകൻ എന്നറിയപ്പെടുന്നത് ആനയാണ്. മരുഭൂമിയിലെ കപ്പൽ ഏതാ? ഒട്ടകം. ഓക്കെ, ശരി. ഈ ഗുജറാത്ത്, മഹാരാഷ്ട്ര ഭാഗത്ത് അറിയപ്പെടുന്ന പേരെന്താ? സഹ്യാദ്രി. ഓക്കെ. ഈ ഗോവ, കർണാടകയിൽ കൊങ്കൺ മലനിരകൾ. കൊങ്കൺ റെയിൽവേയുടെ നീളം എത്രയാണ്? 760 കിലോമീറ്ററാണ്. ഓക്കെ. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം സംഗമിക്കുന്ന എവിടെ സുബിനെ? നീലഗിരിയിൽ. ഓക്കെ. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഏതാ? ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ. ഓക്കെ. ഈ പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടി രണ്ടാമത്തെ കൊടുമുടി എന്നറിയോ? അത് മീശപ്പുലിമലയാണ്. ഏതാണ് മീശപ്പുലിമല? മീശപ്പുലിമല ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ല. മീശപ്പുലിമലയാണ് പശ്ചിമഘട്ടത്തിൽ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി. ഏതാണ്? മീശപ്പുലിമലയാണ്. കേട്ടോ. ഓക്കെ, ശരി. ഈ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഏത്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഏതാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ആ പശ്ചിമഘട്ടത്തെ പഠിക്കാനായിട്ട് ആര് നിയമിച്ച? കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ് ഏത്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. ബൈക്ക് ബുള്ളറ്റ്. ഇവിടെ മനുഷ്യൻ തൊണ്ട പോലും വയ്യാതെ ഇന്ന് 7 മണിക്കൂർ ക്ലാസ്സിനായിട്ടാണ് ഞാൻ ഇവിടെ ഈ ക്ലാസ് എടുക്കുന്നത്. തൊണ്ട പോലും വയ്യാതെ ഞാൻ ക്ലാസ് എടുക്കുന്നത്. നീ ബുള്ളറ്റ് വരച്ച് കളിക്കണം. അവൻ്റെ കയ്യിൽ പച്ച കുത്തി കളിക്കണം. ഓക്കെ. ഓക്കെ. എടാ, ഈ പശ്ചിമഘട്ടത്തെ പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഏത്? മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ. ആ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വെച്ച കമ്മിറ്റി ഏതാണ്? കസ്തൂരി രംഗൻ കമ്മിറ്റി. ഓക്കെ. ഏതാണ്? കസ്തൂരി രംഗൻ കമ്മിറ്റി. പശ്ചിമഘട്ടത്തെ കുറിച്ച് പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? ഉമ്മൻ കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ശരി, അപ്പോൾ അത്രയും കാര്യങ്ങളോട് ഓർത്തിരിക്കുക. ഓക്കെ, ശരി. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രി. ഇവിടെ ഒരുപാട് തവണ റീസെൻ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ് പിള്ളേരെ? 30 ഡിഗ്രിയാണ്. എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ. അക്ഷാംശീയ വ്യാപ്തി എത്രയാണ്? 30 ഡിഗ്രിയാണ്. മനസ്സിലായി? ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തിയും ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും എത്ര തന്നെയാണ്? 30 ഡിഗ്രി തന്നെയാണ്. ഓക്കെ. ഇന്ത്യയുടെ സ്ഥാനം എവിടെയെന്നറിയോ? ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഭൂമിയെ 2 ഗോളങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഉത്തരാർദ്ധ ഗോളവും ദക്ഷിണാർദ്ധ ഗോളവും. 2 ഗോളങ്ങളായിട്ട്. 2 ഗോളങ്ങൾ 2 അർദ്ധഗോളമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. മുകളിലോട്ടുള്ളതിനെ ഉത്തരാർദ്ധ ഗോളമെന്നും താഴോട്ടുള്ളതിനെ ദക്ഷിണാർദ്ധ ഗോളമെന്നും പറയും. നമ്മൾ ഉത്തരാർദ്ധ ഗോളത്തിലാണോ ദക്ഷിണാർദ്ധ ഗോളത്തിലാണോ? നമ്മൾ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം ഏതാണ്? ഏഷ്യ. ഏഷ്യയുടെ ഏത് ഭാഗത്താണ് നമ്മൾ? ഇന്ത്യയുടെ സൗത്താണ്. ഏഷ്യയുടെ തെക്ക് ഭാഗത്താണ്. അപ്പം നമ്മൾ ഏത് അർദ്ധഗോളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. ഏഷ്യയുടെ ഏത് ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ ഏഷ്യയുടെ ഏത് ഭാഗത്താണ്? തെക്ക് ഭാഗത്താണ്. മനസ്സിലായോ? ഓക്കെ. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനവും അക്ഷാംശ സ്ഥാനവും പഠിച്ചോണം. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക്. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക്. 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പൂർവ്വ രേഖാംശം എന്ന് പറയും. കിഴക്കിനാണ് നമ്മളെന്ന് പറയുന്നത് പൂർവ്വം എന്ന് പറയുന്നത്. കിഴക്കിനെന്ന് പറയുന്നത് പൂർവ്വം എന്ന് പറയുന്നത്. അപ്പോൾ പടിഞ്ഞാറ് എന്ന് പറയും? പടിഞ്ഞാറ് പശ്ചിമം. ഓക്കെ. തെക്കിനെന്തെന്ന് പറയും? തെക്കിന് ദക്ഷിണം എന്ന് പറയും. ഓക്കെ. അതുപോലെ തന്നെ വടക്കിന് എന്തെന്ന് പറയും? ഉത്തരം. കേട്ടോ. അപ്പോൾ അതോടത്ത് വേണം. ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്കാണ്, പൂർവ്വം എന്ന് പറഞ്ഞാൽ കിഴക്കാണ്, അതുപോലെ പശ്ചിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറാണ്, ദക്ഷിണം എന്ന് പറഞ്ഞാൽ എന്താണ്? തെക്കാണ്. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം പൂർവ്വ രേഖാംശം, അതായത് കിഴക്കിൽ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. ഓക്കെ. അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക്. അപ്പം നമുക്ക് ഈ വടക്കിന് പകരം ചിലപ്പോൾ ഉത്തര അക്ഷാംശം എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഓക്കെ. അപ്പം അക്ഷരം പഠിച്ചല്ലോ. അക്ഷരം പറഞ്ഞേ.
അക്ഷാംശം 8 ഡിഗ്രി 4 ഇങ്ങനെ പറയണം, ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഓക്കെ, രേഖാംശം ചോദിച്ചു കഴിഞ്ഞാൽ പൂർവ്വരേഖാംശം എന്താണ്? പൂർവ്വരേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് വരെ. ഇത് ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ തെക്കേയറ്റമായ ഇന്ദിര പോയിന്റിനെ കൂടി ഉൾപ്പെടുത്തിയാൽ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാവുമെന്നറിയാമോ? 8 ഡിഗ്രി ഈ 37 ഡിഗ്രി 6 മിനിറ്റിന് മാറ്റമില്ല. മനസ്സിലായില്ലേ? അതായത് നമ്മളിപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ ഉണ്ടല്ലോ, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാണ് ഏത്? ഇന്ദിര പോയിന്റ്. അത് വരുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. മനസ്സിലായില്ലേ? ആൻഡമാൻ നിക്കോബാറിലാണ് ആ ഇന്ദിര പോയിന്റ് വരുന്നത്. ഇപ്പം ആൻഡമാൻ നിക്കോബാർ കൂട്ടുകാരൻ നമ്മൾ പറഞ്ഞത് ഏതാണ്? 8 ഡിഗ്രി 4 മിനിറ്റ്. 8 ഡിഗ്രി 4 മിനിറ്റ്. അവിടെ അക്ഷാംശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുകളിലോട്ടുള്ള അക്ഷാംശം. അതിപ്പോൾ ഇതിനകത്താണ് ഇന്ത്യ നിൽക്കുക. അപ്പോൾ ഈ ഒരു അളവിനാണ് അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്. ഈ ഒരു അളവിനെയാണ് എന്ന് പറയുന്നത് രേഖാംശ വ്യാപ്തി. മനസ്സിലായി? രേഖാംശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ പോകുന്നത്? രേഖാംശം ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു അളവിനാണ് രേഖാംശ വ്യാപ്തി എന്നുണ്ട്. അക്ഷാംശ വ്യാപ്തി എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു അളവിനെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഏതുവരെ ഉള്ളതാണ്? കന്യാകുമാരി വരെയുള്ളത് നമ്മൾ പറഞ്ഞത് 8 ഡിഗ്രി 4 മിനിറ്റ്. ഓക്കെ, നമ്മൾ മറ്റേ ഇതും കൂടെ പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ തെക്കേടുത്ത പോയിന്റായ ഇന്ദിര പോയിന്റ് പറയുകയാണെങ്കിൽ എത്ര വന്നിട്ടാൽ 6 ഡിഗ്രി 45 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറും. 8 ഡിഗ്രി 4 വരും എത്ര വരും? 6 ഡിഗ്രി 45 വരും. ഓക്കെ, ഇന്ത്യയുടെ തെക്കേ എടുത്ത പോയിന്റാണ് ഏത്? ഇന്ദിര പോയിന്റ്. മനസ്സിലായില്ലേ? ഇന്ദിര പോയിന്റിന് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ ഇന്ദിര പോയിന്റ് നമ്മൾ 2 പേരിൽ വേറെ പറയും. എന്തൊക്കെയാണ്? പാഴ്സൺ പോയിന്റും പിഗ്മാലിയൻ പോയിന്റ്. പാഴ്സൺ പോയിന്റ് എന്നും പിഗ്മാലിയൻ പോയിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. ഏതാണ്? ഇന്ദിര പോയിന്റ് ആണ്. പിന്നെ നമ്മൾ ഈ വടക്കേട്ടത്ത് ഏതാണ്? ഇന്ദിര കോള്. ഇവിടെ വടക്കേട്ടത്തത് മുകളിൽ, നമുക്ക് മുകളിൽ നിന്നല്ലേ കോള് വരുന്നത്, അല്ലെങ്കിൽ മഴക്കോളൊക്കെ മുകളിലല്ലേ? അപ്പോൾ മുകളിലുള്ളത് ഇന്ദിര കോളാണ്. മഴക്കോള് മുകളിൽ നിർത്താം. മുകളിലുള്ളത് ഇന്ദിര കോളും താഴെ ഉള്ളത് ഇന്ദിര പോയിന്റും. താഴെയുള്ള ഏതാണ്? ഇന്ദിര പോയിന്റും ആണ്. ഓക്കെ, ശരി. അപ്പം ഇന്ത്യയുടെ കിഴക്കേറ്റത്താണെങ്കിലോ? കിഴക്കേറ്റത്ത് കിബിത്തു ആണ്. കിബിത്തു എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. കിബിത്തു എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, പടിഞ്ഞാറേറ്റം ഗുഹാർ മോത്തിയാണ്. പടിഞ്ഞാറേറ്റം ഏതാണ് പിള്ളേരെ? ഗുഹാർ മോത്തിയാണ്. ഈ ഗുഹാർ മോത്തി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്. ഗുഹാർ മോത്തി ഗുജറാത്തിലാണ്. ഓക്കെ, വടക്കേടുത്ത സംസ്ഥാനം ഏതാ? മുമ്പ് വടക്കേടുത്ത സംസ്ഥാനം ഏതായിരുന്നുടാ? ജമ്മു കാശ്മീർ ആയിരുന്നു. എന്നാൽ 2019 ഒക്ടോബർ 31 എന്ത് സംഭവിച്ചു? ഈ ജമ്മു കാശ്മീരിനെ നമ്മൾ വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി, ലഡാക്കും ജമ്മുവും. അത് എന്നാണ്? 2019 ഒക്ടോബർ 31. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതുകൂടെ വടക്കേടുത്ത സംസ്ഥാനം ഏതായി മാറി? ഹിമാചൽ പ്രദേശായി മാറി. വടക്കേട് സംസ്ഥാനം ഏതായി മാറി? ഹിമാചൽ പ്രദേശായി മാറി. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായൻ രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഉത്തരായൻ രേഖയാണ്. ഇവിടെ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനം നമ്മൾ കോടൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണ്? ഗജരാജ എംപി ചത്തത് ബംഗാളിപുരയിലെ മിസ്സാണ് കണ്ടത്. ഓക്കെ, ഗജരാജ എംപി ചത്തത് ബംഗാളിപുരയിലെ മിസ്സാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ അത് ഉത്തരരേഖ കടന്ന സംസ്ഥാനങ്ങളാണ്. ഗജ എന്ന് വെച്ചാൽ ഗുജറാത്ത്, രാജ എന്ന് വെച്ചാൽ രാജസ്ഥാൻ. ഓക്കെ, ഗജരാജ എംപി എന്ന് വെച്ചാൽ മധ്യപ്രദേശ്, ചത്തത് ഛത്തീസ്ഗഡ്. ഓക്കെ, ബംഗാളിപുര പശ്ചിമ ബംഗാൾ, പുര ത്രിപുര. ഓക്കെ, മിസോറാം കേട്ടോ. കണ്ടത് ഏതാണ്? ജാർഖണ്ഡ്. ക്ലിയർ ആണല്ലോ? ആണ് 8 സംസ്ഥാനങ്ങൾ. 8 സംസ്ഥാനങ്ങളിലാണ് ഉത്തരേന്ത്യ കടന്നു പോകുന്നത്. കോഡ് ഇങ്ങനെയാണ്: ഗജരാജ എംപി ചത്തത് ബംഗാളിപുരയിലെ മിസ്സാണ് കണ്ടത്. പറയടാ. ഗജരാജ എംപി ചത്തത് മറ്റേ MD ആ കോഡ് ഇതാണ്. മറ്റേ അത് MD-MGRും കൂടെ JCB വാങ്ങി. അത് പഠിച്ചാലും മതി. MD-MGRും കൂടെ JCB വാങ്ങി. ഓക്കെ, ഇത് പറ. മധ്യപ്രദേശ്, ത്രിപുര, മിസോറാം, ഗുജറാത്ത്, രാജസ്ഥാൻ, JCB, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാള്. മനസ്സിലായില്ലേ? അത് പഠിച്ചാൽ മതി. 2 കോഡുണ്ട്. MDയും MGRും ചേർന്ന് JCB വാങ്ങി. MDയും MGRും ചേർന്ന് എന്ത് ചെയ്ത്? JCB വാങ്ങി. അതായത് M എന്ന് പറഞ്ഞാൽ ആദ്യത്തെ M ഏതാ?
മിസോറാം കൊടുക്കാം, വേണമെങ്കിൽ മധ്യപ്രദേശ് കൊടുക്കാം. മധ്യപ്രദേശ്, ത്രിപുര, MD. അടുത്ത MGR, മിസോറാം, ജി എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, R എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ. ഓക്കെ. JCB എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബംഗാൾ. ഒന്നുകിൽ അത് പഠിക്കുക, MD MGR ചേർന്ന് JCB വാങ്ങി, അല്ലെങ്കിൽ ഗജരാജ MB ചത്തത് ബംഗാളിപുരയിലെ മിസ്സാണ് കണ്ടത്. ഓക്കെ. ഇതാണ് ഉത്തരേന്ത്യ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ കോഡ്. ഓക്കെ, ശരി. അപ്പോൾ പ്രധാന രേഖ ഏതാണുള്ളത്? ഉത്തരേന്ത്യ രേഖയാണ്. ഓക്കെ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്രയാ? 3213. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്റർ. എത്രയാണ്? 3214 കിലോമീറ്റർ. ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണ്? 2933 കിലോമീറ്റർ. ഇന്ത്യയുടെ കര അതിർത്തി എത്ര നീളമാണ്? ഇന്ത്യയുടെ കര അതിർത്തി 15200 കിലോമീറ്റർ ആണ്. എത്രയാണ്? 15200 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എത്രയാണ്? 7516 കിലോമീറ്റർ. എത്രയാണ് പിള്ളേരെ? 7516.6 കിലോമീറ്റർ. ഓക്കെ. അപ്പോൾ ആ നമ്പറുകളൊന്ന് പഠിക്കണം. ആദ്യം പഠിച്ചേതാ ഇപ്പോഴും? തെക്ക് വടക്ക്, അതായത് വടക്കെടുത്ത പോയിന്റ് തൊട്ട് തെക്കെടുത്ത പോയിന്റുള്ള ദൂരം എത്രയാണ്? 3214 കിലോമീറ്റർ. ഓക്കെ. കിഴക്ക് പടിഞ്ഞാറ്, കിഴക്കെടുത്ത പോയിന്റ് മുതൽ പടിഞ്ഞാറെടുത്ത പോയിന്റ് വരെയുള്ള ദൂരം എത്രയാണ്? 2933. ഓക്കെ. ഇന്ത്യ കരാതിർത്തി എത്രയാണ്? 15200 കിലോമീറ്റർ. കേട്ടോ. സമുദ്രാതിർത്തി എത്രയാണ്? 7516.6 കിലോമീറ്റർ. ഓക്കെ. ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ഏറ്റവും കൂടുതൽ സമുദ്ര തീരമുള്ള ദക്ഷിണ സംസ്ഥാനം ഏതാണ്? ആന്ധ്ര മാറി. കേട്ടോ. ആന്ധ്ര മാറി. തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട്. ഓക്കെ. തമിഴ്നാടാണ്. ക്ലിയർ ആണല്ലോ. ദക്ഷിണേന്ത്യയിലെ കടത്തീരമുള്ള സംസ്ഥാനം ഏതാണ്? തെലങ്കാന. ഓക്കെ. അപ്പോൾ ഇത്രയും ഒന്ന് പഠിക്കണം. ഓക്കെ. ഒന്ന് പഠിച്ചേടാ. നമ്പറുകളെല്ലാം പഠിച്ചോ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ്. എത്ര ടോട്ടല്? 30 ഡിഗ്രി. രേഖാംശ വ്യാപ്തി 30 ഡിഗ്രി. എടാ, ഇന്ത്യയുടെ സ്ഥാനം ഏത് അർദ്ധഗോളത്തിലാണ്? ഉത്തരാർദ്ധഗോളത്തില്. ഏഷ്യയുടെ ഏത് ഭാഗത്താണ്? തെക്ക് ഭാഗത്ത്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം എന്ന് പറഞ്ഞ എവിടാ? അവിടെ രേഖാംശ സ്ഥാനം എത്രയാ? 68 ഡിഗ്രി 7 മിനിറ്റ്. 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് നോർത്ത് വരെ. ഓക്കെ. ഈസ്റ്റ്. ഓക്കെ. ഉത്തര അക്ഷാംശം പറഞ്ഞേ. 8 ഡിഗ്രി 4 വടക്ക് മുതൽ 37 ഡിഗ്രി 6 വടക്ക്. ഉത്തര അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. ഓക്കെ. ഇന്ത്യയുടെ തെക്കേറ്റമായി ഇന്ദിരാ പോയിന്റുകൾ ഉൾപ്പെടുത്തിയാൽ 6 ഡിഗ്രി 4 മിനിറ്റ് 6 ഡിഗ്രി 45 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ. ഓക്കെ, ശരി. എടാ, ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ പോയിന്റ് ഏതാ? ഇന്ദിരാകോള്. തെക്കേ അറ്റത്തെ പോയിന്റ് ഏതാ? ഇന്ദിരാ പോയിന്റ് വേറെ പേരുകൾ എന്തൊക്കെയാ? പാഴ്സൺ പോയിന്റ്, വിക്മാലിയൻ പോയിന്റ്, പാഴ്സൺ പോയിന്റ്. ഓക്കെ. ഈ കിഴക്കേടത്തെ പോയിന്റ് ഏതാ? കിബിത്തു. ഏത് സംസ്ഥാനത്താണ് കിബിത്തു? ഓക്കെ. പടിഞ്ഞാറത്തെ പോയിന്റ് ഏതാ? ഗുവാഹത്തി, ഗുജറാത്ത്. ഓക്കെ. ഇന്ത്യയുടെ മധ്യഭാഗത്ത് കടന്നു പോകുന്ന പ്രധാന രേഖ ഏതാണ്? ഉത്തരായൻ രേഖ. ഉത്തരായൻ രേഖ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാള്, ത്രിപുര, മിസോറാം, ജാർഖണ്ഡ്. ഓക്കെ. ഇന്ത്യയുടെ തെക്കുവടക്ക് ദൂരം 3214. കിഴക്ക് പടിഞ്ഞാറ് നീളം 2033. അടുത്ത് ഇന്ത്യയുടെ കരാതിർത്തിയുടെ നീളം എത്രയാണ്? 17200. എന്താണ്? കിലോമീറ്റർ. ഇന്ത്യയുടെ സമുദ്രത്തിന്റെ നീളം എത്രയാണ്? 7516.6 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ സമുദ്രത്തിലുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ദക്ഷിണ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. തമിഴ്നാട്. ഓക്കെ, ശരി.